തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വത്സലയുടെ പോസ്റ്റ്മോർട്ടം ആരംഭിച്ചു. മൃതദേഹം സൂക്ഷിച്ചിരുന്ന ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം. കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധിച്ച് അതിരപ്പള്ളി പഞ്ചായത്തിൽ കോൺഗ്രസ് ഇന്ന് കരിദിനം ആചരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. അതിനിടെ അതിരപ്പള്ളി മേഖലയിൽ ഇന്നും കാട്ടാന കൂട്ടമിറങ്ങി. ഇന്നലെയാണ് വാച്ചുമരം കോളനിയിലെ ഊരമൂപ്പൻ രാജന്റെ ഭാര്യ 62 വയസ്സുള്ള വത്സ മരിച്ചത്. കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ മൃതദേഹം സൂക്ഷിച്ച ചാലക്കുടി താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. തുടർന്ന് കുടുംബത്തിന് അടിയന്തര ധനസഹായം ഉൾപ്പെടെ നൽകാമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. വനത്തിൽ മരോട്ടിക്ക ശേഖരിക്കാൻ പോയതായിരുന്നു വത്സയും ഭർത്താവ് രാജനും. ഇതിനിടയിലെത്തിയ ഒറ്റയാൻ തുമ്പിക്കൈ കൊണ്ട് വത്സയെ അടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വത്സയെ പിന്നീട് സമീപത്തുണ്ടായിരുന്ന ആദിവാസികൾ തന്നെയാണ് കാടിന് പുറത്തെത്തിച്ചത്. പിന്നീട് ജീപ്പിൽ വാഴച്ചാലിലേക്ക് എത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു. വാഴച്ചാലിൽ നിന്ന് ആംബുലൻസ് ലഭ്യമാക്കിയാണ് മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. കോൺഗ്രസ് BJP പ്രവർത്തകർ നടത്തിയ സമരത്തിന്റെ ഭാഗമായി വത്സയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായം കൈമാറുമെന്നും മകൾക്ക് സർക്കാർ ജോലി നൽകുന്നത് പരിഗണിക്കുമെന്നും അധികൃതർ ഉറപ്പു നൽകിയിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച അതിരപ്പള്ളി പഞ്ചായത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് കരിദിനം ആചരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. അതിനിടെ ഇന്നും അതിരപ്പള്ളി മേഖലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. കാടിന്റെ ഒരു വശത്തു നിന്നുമെത്തിയ രണ്ടാനകൾ റോഡ് മുറിച്ച് മറുവശത്തേക്ക് കടക്കുകയായിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ.